എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി മധുരത്തിന്റെ റെസിപ്പിയാണ്. മറ്റൊന്നല്ല കേട്ടോ, ഈ ഒരു റെസിപ്പിയുടെ പേര് എന്ന് പറയുന്നത് തിരാമിസു എന്നാണ് കേട്ടോ. തിരാമിസു എന്നുള്ള പേര് കേട്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റെസിപ്പി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓവനോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റവ് കത്തിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നല്ല ക്രീമി ആയിട്ട് നല്ല യമ്മി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് കമന്റുകൾ അറിയിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിന്റെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വേഗം തന്നെ ഈ തിരാമിസു റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ കറക്റ്റ് 3/4 ഗ്ലാസോളം വരുന്ന നല്ല തണുത്തിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു പാല് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ പാല് അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വരുന്ന നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു 1/4 ഗ്ലാസോളം വരുന്ന വിപ്പിംഗ് ക്രീം കൂടി നമുക്ക് ഈ ഒരു പാലിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ മിൽക്ക് പൗഡർ അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് 1 ടീസ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന വാനില എസൻസ് ആണ് കേട്ടോ. വാനില എസൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രാമ്പ് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷനിലാണ്. ഒന്നെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് സെയിം അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു മിക്സിന്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂണോളം വരുന്ന പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇതുപോലുള്ള ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ സാധാരണ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പാൽപ്പൊടിയുടെ ചിലപ്പോൾ കട്ടകളൊക്കെ കെട്ടിക്കിടപ്പുണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചു കൊടുത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിൽ അലിയും വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഈ ഒരു മിക്സ് കണ്ടോ, നമ്മൾ ആ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ പതപതയായിട്ട് മുകളിലോട്ട് വരും കേട്ടോ. നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താണ്ട് ഇതുപോലെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു മിക്സ് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. മറ്റൊരു പാത്രത്തിൽ ഒരു 1/2 കപ്പോളം വരുന്ന വിപ്പിംഗ് ക്രീം, നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു ബീറ്റർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ അത്യാവശ്യം നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇനി നിങ്ങൾ എടുക്കുന്നത് മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ഈ ഒരു വിപ്പിംഗ് ക്രീമിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിന്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പൊ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബിസ്ക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ മേരി ലൈറ്റിന്റെ ക്രീമൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട് ഇട്ടത്. നമുക്ക് ആദ്യം ഒരു പാക്കറ്റ് പൊളിച്ചു നോക്കാം. അത് മതിയാവില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ആ ഒരു പാക്കറ്റും കൂടി നമുക്ക് പൊളിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ക്രീമൊക്കെയുള്ള ബിസ്ക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള മധുരമുള്ള ബിസ്ക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ അതെ കയ്യിൽ ഇതേ ഉണ്ടായുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് ആ ഒരു ബിസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതേ നമ്മുടെ ബിസ്ക്കറ്റ്, അതേപോലെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം, പിന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് എല്ലാം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു വിപ്പിംഗ് ക്രീമും ഈ ഒരു പാലും ആ ഒരു പാലിന്റെ മിക്സ് ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതിനായിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു തിരാമിസുയുടെ റെസിപ്പി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇതുപോലൊരു പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വീട്ടിലുള്ള സാധാരണ ഒരു പാത്രം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ്സോ എന്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഈ ഒരു പാത്രത്തിന്റെ അടിഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാലിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് 1-2 ടേബിൾ സ്പൂൺ ഇതിലോട്ട് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാലിന്റെ മിക്സിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇതുപോലെ ഡിപ്പ് ചെയ്ത് ആ ഒരു ബിസ്ക്കറ്റ് അത്യാവശ്യം ഒന്ന് കുതിർന്നോട്ടെ കേട്ടോ. ഒരുപാട് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരുപാട് കുതിർന്നു കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മറ്റൊരു ആ ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ പതുക്കെ ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ വെച്ചെടുക്കുക. ആ ഒരു ബിസ്ക്കറ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ആ ഒരു പാലിൽ കറക്റ്റായിട്ട് അങ്ങോട്ട് സോക്കായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബിസ്ക്കറ്റും കൂടി ഇതിന്റെ മുകളിലോട്ടായിട്ട് നമുക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബിസ്ക്കറ്റിന്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം, നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അത് ഈ ഒരു ബിസ്ക്കറ്റിന്റെ മുകളിലോട്ടായിട്ട് ഇതുപോലുള്ള ഒരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ പാലറ്റ് നൈഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് നീറ്റിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ മുകളിൽ നമ്മൾ വീണ്ടും ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി.
ഇനി ഇതിന്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിന്റെ മിക്സ് 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത പോലെ ഈ ഒരു ബിസ്ക്കറ്റ് പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിന്റെ മുകൾ ഭാഗം വരെ ലെയർ ബൈ ലെയർ ആയിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ. നല്ലൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതേപോലെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കുറച്ച് ബൂസ്റ്റിന്റെ പൊടിയാണ് കേട്ടോ ഞാനൊന്ന് വെതറി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊക്കോ പൗഡർ ഇതിന്റെ മുകളിലോട്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കൊക്കോ പൗഡർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഭയങ്കര കയ്പായിരിക്കും അത് വെറുതെ കഴിക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഭയങ്കര കയ്പായിരിക്കും കേട്ടോ. അപ്പോൾ അത് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബൂസ്റ്റിന്റെ പൗഡർ ഞാൻ ഇതുപോലെ അരിപ്പയിൽ കൂടി അരിച്ചിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. കൊക്കോ പൗഡർ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു മണ്ടത്തരം കാണിക്കരുത് കേട്ടോ. അത് ഭയങ്കര കയ്പായിരിക്കും. നമ്മൾ ഇത് ചെയ്ത് കംപ്ലീറ്റ് അങ്ങോട്ട് ഫ്ലോപ്പ് ആവും, നമുക്ക് കഴിക്കാൻ പറ്റാതെയാവും. അതുകൊണ്ടാണ് കൊക്കോ പൗഡറിന്റെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇതുപോലെ ബൂസ്റ്റിന്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി അതില്ലാത്തവർ കയ്യിലില്ലാത്തവർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിൾ ആയിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ്. ഇതിപ്പോൾ കാണാനായിരിക്കും ഒരു ഭംഗിക്ക് വേണ്ടും അതുപോലെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ബൂസ്റ്റിന്റെ പൗഡർ ഇതുപോലെ നമ്മൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിന്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം. അപ്പൊ ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെ ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസ്ക്കറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മിക്സിൽ കുതിർന്ന് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ചെറിയൊരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതേ നമ്മുടെ തിരാമിസു പകുതി ആയിട്ടുണ്ട് കേട്ടോ കഴിച്ചു വെച്ചിട്ട്. ഞാൻ ഈ ഒരു ഭാഗത്ത് പിള്ളേരൊക്കെ കഴിച്ചു തീർത്തിട്ടുണ്ട്. ഈ ചെറിയൊരു പീസ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു നമ്മൾ എന്താ പറയുക മിക്സ് റെഡിയാക്കിയല്ലോ അത് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ ഇതൊന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു രീതിയിൽ കഴിച്ചു നോക്കട്ടോ. ഈ ഒരു നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നവർ അടി ഭാഗത്തോട്ടായിട്ട് പോയിട്ട് ഇങ്ങനെ കഴിക്കട്ടോ. രക്ഷയില്ല. ആ ഒരു മിക്സിന്റെ ടേസ്റ്റ് ആണ് ഇതിന് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മുകളിലിട്ട ആ ഒരു ബൂസ്റ്റിന്റെ ഫ്ലേവറും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരു ബൂസ്റ്റിന്റെ ഫ്ലേവറാണ്. പിന്നെ ആ ഒരു മിക്സും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ്. ഒന്നും പറയാനില്ല. ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.